മാർഷൽ ഇപ്പോൾ എൻ ശ്രീകുമാർ. അതെ, അദ്ദേഹം ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ നമുക്ക് നോക്കാം. ശ്രീകുമാർ, പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നു പാർട്ടി അന്വേഷണം നടക്കുന്നതിനാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന്. എന്നാൽ പാർട്ടിക്ക് മുന്നിലേക്ക് ഒരു അന്വേഷണം നടത്തണം, എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് വന്ന മനുഷ്യനായിരുന്നു ഇപ്പോൾ ഇന്ന് ഈ ഭൂമുഖത്ത് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇതിന് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുകയും നിയമപരമായ രീതിയിലേക്കുള്ള തീരുമാനം ഉണ്ടാവുകയും കുടുംബത്തിന് സമാശ്വാസപരമായിട്ടുള്ള സമീപനം ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ഒരു കേസുണ്ടായി, ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മകന് ജീവനൊടുക്കി. അത് സംബന്ധിച്ച് ആ കുടുംബത്തിന്റെ പരാതിയിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലൊക്കെ നിയമപരമായ നടപടി പോലീസ് എടുക്കും. അത് ആ വഴിക്ക് പോകും. പാർട്ടി അന്വേഷണം എന്ന് പറയുന്നത് KPCC സംഘം ഇന്നലെ ആ വീട് സന്ദർശിച്ച് അവരുമായി സംസാരിച്ച് അവരുടെ പ്രതികരണം ഞാനിപ്പോൾ പറയണ്ടല്ലോ, ആ പ്രതികരണം, ആ കുടുംബത്തിന് നിന്നും വന്ന പ്രതികരണം അവർ കോൺഗ്രസിനൊപ്പമാണെന്നും കോൺഗ്രസ് വിശ്വാസമുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ പാർട്ടിയുടെ നടപടിക്രമങ്ങളാണ് സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക. മറ്റുള്ളത് പോലീസ് കേസല്ലേ. അത് പോലീസ് കേസ് സാധാരണ പറയുന്ന പോലെ പോലീസ് നമ്മളതിനെ കുറിച്ച് എന്താണ് പറയാ. എങ്ങനെയാ പോലീസ് കേസ് ഉണ്ടായി, എങ്ങനെയാ പോലീസ് കേസ് ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ NM വിജയൻ 2 സെറ്റ് കത്തുകൾ എഴുതിയിരുന്നു. ഒന്ന് നേതാക്കൾക്കും ഒന്ന് കുടുംബാംഗങ്ങൾക്കും. കുടുംബാംഗങ്ങൾക്ക് എഴുതിയ കത്തിൽ പറയുന്നത്, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഈ കത്ത് വി.ഡി. സതീശനും K. സുധാകരനും അടക്കമുള്ള നേതാക്കളിലേക്ക് എത്തിക്കണം. അവർ അത് വായിച്ച് 10 ദിവസത്തിന് ശേഷവും ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ ഈ കത്ത് പോലീസിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നേതാക്കൾക്ക് എഴുതിയ കത്ത് ചിലപ്പോൾ അങ്ങ് വായിച്ചിട്ടുണ്ടോ? അതിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വയ്യ, ഒരു അപഖ്യാതി ഞാൻ പാർട്ടിക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നു, ഒരു കാരണവശാലും ഈ കത്തിന്റെ കാര്യം വേറെ ആരും അറിയരുത്, നേതാക്കൾക്ക് കൊടുക്കണം, അതിനുശേഷം അവർ നടപടിയെടുത്താൽ നിങ്ങൾ ഈ കത്ത് നശിപ്പിച്ച് കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മരിക്കുമ്പോൾ പോലും, മകനെ കൂട്ടി മരിക്കുമ്പോൾ പോലും പാർട്ടിക്ക് ഒരു കുഴപ്പവും വരരുത് എന്ന് വിചാരിച്ച് മരിച്ചുപോയ ഒരാൾ അദ്ദേഹത്തിന്റെ മുഴുവൻ സങ്കടങ്ങളും ഈ കോൺഗ്രസ് നേതാക്കളെ എഴുതി അറിയിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടല്ലേ മക്കൾക്ക് ഈ കത്ത് പോലീസിൽ കൊടുക്കേണ്ടി വന്നതും അങ്ങനെ പോലീസ് കേസെടുത്തതും. ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചല്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ആ കുടുംബം പാർട്ടി KPCCക്ക് പരാതി കൊടുത്തതും അതുപോലെ തന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ട ശേഷമാണല്ലോ ഇന്നലെ KPCC സംഘം എത്തിയത്. അതിനുശേഷമുള്ള ആ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇവര് പോലീസ് പരാതി കൊടുത്തെങ്കിൽ നമ്മുടെ നാട്ടിലെ അഴിമതി പോലീസ് അന്വേഷിക്കട്ടെ, അത് കോൺഗ്രസ് ആയതുകൊണ്ട് അഴിമതി ചെയ്തത് മൂടി വെക്കേണ്ട കാര്യമുണ്ടോ? പോലീസിന്റെ നടപടിയാണ്. IC ബാലകൃഷ്ണനല്ലേ പരാതി കൊടുത്തത് പോലീസിൽ ആദ്യം? അദ്ദേഹമല്ലേ പരാതി കൊടുത്തത്? പോലീസ് അന്വേഷിക്കട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട് അഭിലാഷേ, ഇന്നലെ ഈ KPCC സന്ദർശിച്ച ശേഷം ആ കുടുംബത്തിന്റെ പ്രതികരണം CPM മനസ്സിലായി. അപ്പോൾ പിന്നെ ഇന്ന് പെട്ടെന്ന് കേസെടുക്കാതെ അവർക്ക് നിവൃത്തിയില്ല. അല്ല, ആ കുടുംബത്തെ സംബന്ധിച്ച് അതായത് മകനും മരുമകളും ഈ കത്ത് വായിക്കുമ്പോഴാണ് അച്ഛൻ ഇത്രയും ബാധ്യത ഉണ്ട് എന്ന് അറിയുന്നത്. ആ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്ക് വേണ്ടി ആ പാർട്ടിയുടെ ട്രഷറർ ആയിരുന്ന മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയ പൈസയാണ്. അപ്പോൾ തിരിച്ച് കൊടുക്കേണ്ട ബാധ്യത അയാളിലേക്ക് മാത്രം വരികയാണ്. കടക്കാരെ വീട്ടിൽ വരികയാണ്, അദ്ദേഹം കൊടുത്തിട്ടുള്ള ചെക്കുകളുണ്ട്, ഈ മറ്റ് വീട് പണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടി ഈ ബാധ്യതയെല്ലാം ഏറ്റെടുത്താൽ പിന്നെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതല്ലേ ശരിയായ വഴി എന്ന് വിചാരിക്കാനേ പറ്റുമോ? അല്ലാതെ അവർക്ക് ഇനി ഈ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റുമോ? ബാധ്യതയെല്ലാം പാർട്ടി തീർത്തു തരണം. അതുകൊണ്ട് പാർട്ടി പറയുന്നത് കേൾക്കാമെന്ന് അവർ വിചാരിക്കുന്നത് മാനുഷികമാണ്, സാധാരണമാണ്, സ്വാഭാവികമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വമോ കോൺഗ്രസ് പാർട്ടിയുടെ ഇക്കാര്യത്തിലെ കുറ്റകരമായ നിലപാടോ ഇല്ലാതാവുന്നില്ല. അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവര് 2-3 പ്രതികളുടെ കാര്യം എനിക്കിപ്പോൾ അറിയുള്ളൂ, നിങ്ങൾ വാർത്തയിൽ പറയുന്നത് മാത്രം. അതിലൊരാൾ കോൺഗ്രസ് വിട്ടൊരാളുമാണ്, അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതിന് CPM ബന്ധപ്പെട്ട് പ്രവർത്തിച്ചോന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, പാർട്ടി അന്വേഷണം എന്ന് സതീശൻ പറയുമ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പെടും. പാർട്ടിക്ക് എന്നാണ് കത്തയച്ചത്, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളിൽ നിന്ന്